ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രാത്രി മലേഷ്യയിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പനിയടിച്ച്, അതാണ് സൗണ്ടിനൊരു വ്യത്യാസം. നമ്മൾ അത്യാവശ്യം രാത്രി നമ്മളിവിടെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലുള്ളതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. മലബാർ ഗോൾഡ് ആയാലും പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ ഏകദേശം എല്ലാ സ്ഥാപനങ്ങളും ഇവിടെയും ഉണ്ട്. ഞങ്ങളങ്ങനെ രാത്രി അത്യാവശ്യം ഇവിടെ ക്വയറ്റായിരിക്കും, സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. മാക്സിമം നമ്മളിവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ ഡ്രൈവ് പോയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടുത്തെ ഇവരുടെ ഡ്രൈവിംഗ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാറിന് എപ്പോഴും പോകാനുള്ളൊരു ഡിസ്റ്റൻസ് ഇവരിടും. ഇനി ഒരാൾ കുറുകെ ചാടിയാലും ഒരു ഹോൺ അടിക്കത്തില്ല. അങ്ങനെ ഇവർക്ക് പ്രത്യേക ഒരുപാട് ഡ്രൈവിംഗ് സ്കിൽസ് ഉണ്ട്. നമുക്കതൊരു ഡ്രൈവ് പോയപ്പോൾ നമുക്ക് മനസ്സിലായി. മലേഷ്യയിൽ അത്യാവശ്യം ക്വയറ്റാണ്. ട്രാഫിക് വന്നാലും ഒരു ഹോൺ അടിക്കത്തില്ല. അങ്ങനെ ഇവരായിട്ട് പാലിച്ചു പോകുന്ന കുറേ ട്രാഫിക് റൂൾസ് ഉണ്ട്. ഇത് മലേഷ്യയെ അല്ല, മലബാർ ഗോൾഡ് ഡയമണ്ട്സ്. എന്താ മലേഷ്യ ഇതല്ല, ആനന്ദഭവൻ. അതെന്തായാലും കാണിക്കാം. ആനന്ദ് ഭവൻ. ഇതും തന്നെ ജോയ ലുക്കാസ്. ജോയൽക്കസ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്ന് റൂമിലോട്ടുള്ള വഴി തെറ്റി ഒരു കനാലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ കനാലിൻ്റെ പേരെന്തോന്ന് കറക്റ്റ് അറിയാൻ വയ്യ. എന്നാൽ ഈ പാലം ക്രോസ് ചെയ്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെത്താം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇവിടെ എല്ലാം അടുത്തടുത്ത് വഴികളാണ്. നമുക്ക് നമ്മുടെ അവിടുത്തെ കോളനികൾ പോലുള്ള വഴികളാണ് ഇവിടെ, അടുപ്പിച്ചടുപ്പിച്ച് വഴികളാണ്. ഇവിടെ കൂടെ നമ്മൾ ട്രാവൽ നടന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വഴി തെറ്റി. പിന്നെ നമ്മൾ വഴി തപ്പി പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നൈറ്റ് നമ്മുടെ റൂമെല്ലാം കണ്ടുപിടിച്ച് അമ്പാനുമായിട്ട് ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഓർഡർ ചെയ്തത് 2 ബിരിയാണിയാണ്. ഞാനാണെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയും നമുക്ക് അല്ലാതെ കറിയായിട്ടുള്ള ബിരിയാണി, അങ്ങനെ ഇവിടെ അങ്ങനെയാണ്. ബിരിയാണി റൈസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ കൂടെ കറി വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈ ആയിട്ട്. എന്നിട്ട് ഇതിനെ ബിരിയാണി എന്നാണ് പറയുന്നത്. കോംപ്ലിമെൻ്റ് ആയിട്ടൊരു കറിയും തന്ന്. ഇവരുടെ ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന റെഡ് കളറായിരിക്കും. ഇതിനകത്ത് ഇവർ എന്തുവാണ് കളർ ഏതാണ് ചേർക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ബിരിയാണിയെക്കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഡൽഹി കഴിക്കുന്ന ബിരിയാണിയുടെയൊക്കെ ഒരു സെയിം ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ 2 ജ്യൂസ് ഓർഡർ ചെയ്ത്, ഒരു ഓറഞ്ച് മൊജീറ്റോവും ഒരു ബീട്രൂട്ട് ജ്യൂസും. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ജസ്റ്റ് മലേഷ്യയിലെ രാവിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഐശ്വര്യം പോലെ തന്നെ നല്ല മഴയും. പിന്നെ എങ്ങനെയായാലും മഴ കൊണ്ട് നടന്ന് അങ്ങനെ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു കാഴ്ചയാണ്, നമുക്കിതാ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രീൻ ലൈറ്റ് ഇതാവുകയും നമുക്ക് വാക്ക് ചെയ്ത് നടുക്കൂടെ പോകാൻ പറ്റും. നമുക്ക് ഒരുപാട് നേരം സിഗ്നലിന് വേണ്ടി നമ്മുടെ നാട്ടിലെ കൂട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഈ പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മലേഷ്യയിലും. നമുക്ക് ട്രാഫിക് അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ ആ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള ടൈം കിട്ടും. ഇന്ന സെക്കൻഡിനുള്ളിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അങ്ങനെ നമ്മളൊരു മാളിലോട്ട് വന്നേക്കുവാണ്. ജേക്സ് മാൾ എന്നാണ് പറയുന്നത്. ഇവിടെ താഴെ സൈഡിലായിട്ട് ഒരുപാട് നമ്മുടെ അവിടെ തൊട്ടുള്ള പെട്ടിക്കടകൾ പോലെ ഓരോ സൈഡിൽ ഓരോ കടകളുണ്ട്. അത്യാവശ്യം റേറ്റ് അഫോർഡബിൾ ആണ്. 1 റിങ്കറ്റ് 2 റിങ്കറ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം. ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ആ കാഴ്ചകൾ കണ്ടങ്ങനെ നടന്നു. ഒരുപാട് ഗോൾഡിൻ്റെ ഒരുപാട് ജ്വല്ലേഴ്സ് ഉണ്ട്. സ്വർണ്ണമാണെന്ന് തോന്നുന്നു. മലേഷ്യയുടെ തന്നെ ഇച്ചിരി ഫേവറേറ്റ് ആയിട്ടുള്ള കൂടുതൽ ബിസിനസ്സിലൊന്നാണ് ഗോൾഡ്. നമുക്ക് ചെറിയ ചെറിയ കടകൾ വരെ കാണാം ഗോൾഡിൻ്റെ. സൈഡുകളിൽ ഒരുപാട് കടകളുണ്ട്. എല്ലാ ടൈപ്പ് മാർക്കറ്റിംഗ് ബിസിനസ്സും ഇവർ നോക്കുന്നുണ്ട്. മാക്സിമം അട്രാക്റ്റീവാണ് മലേഷ്യ. ഇവിടുത്തെ കടകളായാലും അങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കായാലും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. പിന്നെ നമ്മൾ മാളിൻ്റെ ഉള്ളിലോട്ട് കയറി. നമ്മുടെ ലുലു മാൾ പോലെ ആണെന്ന് പറയാച്ചാൽ കയറിയത്. പക്ഷേ ഇത് ഫുള്ള് ഡ്രസ്സിൻ്റെ മാളാണ്. ജേക്സ് മാൾ എന്ന് പറയുന്നത് മലേഷ്യയിലെ അത്യാവശ്യം വലിയൊരു മാളാണ്. നമ്മളങ്ങനെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയ ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയപ്പോഴാണ് മലേഷ്യയിലെ തന്നെ ഒരു പുള്ളിക്കാരൻ നമ്മൾ കാണുന്നത്. പുള്ളിക്കാരൻ നമ്മളെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. നമ്മുടെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടും കുഴപ്പമില്ല, അടിപൊളി ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങൾക്ക് ട്രഡീഷണൽ അല്ല വേണ്ടത്, നമുക്ക് ക്യാഷ്വൽസ് ആണ് വേണ്ടത്. അങ്ങനെ പുള്ളി തന്നെ നമ്മളെ താഴോട്ട് കൊണ്ടുപോയി കടകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ റൂമിൽ വന്നു. റൂമിൽ ലിഫ്റ്റ് കയറുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമുക്ക് തിരിച്ച് മലേഷ്യയിൽ നിന്ന് കംബോഡിയയിലോട്ട് പോകാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് റൂമിലോട്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ
ലാസ്റ്റായിട്ട് മലേഷ്യയിലെ ഫുഡ് കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വൈകുന്നേരം 8:50 ഫ്ലൈറ്റായിരുന്നു. ഞങ്ങളിവിടുത്തെ ട്രാഫിക്കിലെല്ലാം കിടന്ന് നമ്മൾ നല്ല രീതിയിൽ ഡിലേ അടിച്ച് നമ്മൾ എയർപോർട്ട് എത്തിയപ്പോൾ തന്നെ ഏകദേശം ടൈം ഒരു 8:20 8:30 നമുക്ക് ചെക്ക് ഇൻ ടൈം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിൻ്റെ വിഷമത്തിൽ ഇരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ പിന്നെ മലേഷ്യയിൽ തന്നെ വീണ്ടും റൂം ബുക്ക് ചെയ്തു.